ഹലോ ഗായ്സ്, ഇതെൻ്റെ ജേർണലിംഗ് ബുക്കാണ്. ഈ ഒരു ജേർണലിംഗ് ബുക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ജേർണലിംഗ് ബുക്ക് നിറഞ്ഞു ഞാൻ ജേർണലിംഗ് ചെയ്ത് ഇതൊക്കെ ഞാൻ ജേർണലിംഗ് ചെയ്തതാണ്. ഈ ഒരു ബുക്ക് മാറ്റിവെച്ച് ഞാൻ വേറൊരു ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക്. ഇനി ഈ ഒരു ബുക്കും കൂടി നിറയ്ക്കണം. അപ്പോൾ ഇന്നലെ പുതിയൊരു പേജ് എടുക്കാം നമുക്ക്. പുതിയൊരു പേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ഇന്നത്തെ ജേർണലിംഗ് ചെയ്യാം. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ പാറ്റേൺ പേപ്പേഴ്സിൽ നിന്ന് നമുക്ക് നല്ല പാറ്റേൺസ് നോക്കിയെടുക്കാം. ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാറ്റേണും നമുക്ക് വേണം. പിന്നെ ഒരു പാറ്റേണും കൂടി, 2 പാറ്റേണും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു 2 പേജും നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 കൂടി എടുക്കാം. ഈ ഒരു പാറ്റേണും വേറൊരെണ്ണം കൂടി എടുക്കണം. ഈ ഒരു പാറ്റേൺ, ഈ ഒരു 4 പാറ്റേണാണ് നമ്മൾ ഇന്ന് ജേർണലിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ നമുക്ക് ജേർണലിംഗിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ പാറ്റേൺസ് നമുക്ക് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. കീറാൻ മീൻസ് ഫുള്ളായിട്ട് കീറാനല്ല കേട്ടോ, കാണിച്ചു തരാം. ഇതിങ്ങനെ ഒന്ന് കീറിയെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ 2, എന്നിട്ട് ഒരെണ്ണം ഈ ഒരു സൈഡിലും ഒരെണ്ണം അപ്പുറത്തെ ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിക്കാം. ഈ ഒരു കറക്റ്റ് സ്ഥലം നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ പുറത്തോട്ട് ചാടി നിൽക്കും. പിന്നെ ഈ ഒരു 2 പേജ് നമ്മൾ ഈ ഒരു 4 പാറ്റേൺ പേപ്പേഴ്സ് കൊണ്ട് മാത്രം ചെയ്താൽ ഇതൊരു കറക്റ്റ് ജേർണലിംഗ് ആവില്ല. ഈ ഒരു പേപ്പർ ഫുള്ള് നമ്മൾ നിറയ്ക്കണം. അടുത്തത് നമ്മൾ കീറാൻ പോകുന്നത് നടുവിന് ഇങ്ങനെയാണ്. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ 2 ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പശ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് നല്ല പൊസിഷനിൽ നല്ല ഭംഗിയിൽ ഒട്ടിക്കണ്ട. ഇങ്ങനെ ഒരു അലമ്പിൽ, ഇത്ര അലമ്പും അല്ല, എന്നാൽ കറക്റ്റ് പൊസിഷനും വേണ്ട, അങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. പിന്നെ ഇത് നമുക്ക് ഇതിങ്ങനെ മുകളിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കീറാം. അതിപ്പോൾ ഇതിങ്ങനെ കീറിയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കീറിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് നുറുങ്ങിയ കഷ്ണങ്ങൾ പോലെ കീറിയെടുക്കാണ്. ഞാൻ ഇച്ചിരി പീസസ് കീറിയെടുത്തിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഇഷ്ടമുള്ളിടത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് പല സൈഡിലും പല കോർണറിലായിട്ടാണ് ഒട്ടിക്കുന്നത്. മുകളിൽ താഴെ അങ്ങനെ ആയിട്ടാണ് ഞാൻ ഇത് ഇവിടെ ഒട്ടിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ജേർണലിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും. എന്നാൽ എനിക്ക് ജേർണലിംഗ് എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാൻ ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ പാറ്റേൺ പേപ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 സൈഡിൽ ഒട്ടിച്ച പോലെ തന്നെ നമുക്ക് കീറിയെടുക്കാം. ഇത് 2 കോർണറിലും ഇവിടെ പിന്നെ ഇവിടെ ആയിട്ട് ഒട്ടിക്കാം. പശ
കുറച്ച് തേച്ച് കൊടുക്കുകയാണ്. ഈ ജേർണലിങ് ചെയ്യാൻ ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറയണേ. ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാഷി ടേപ്പ് ഉണ്ടെങ്കിൽ വാഷി ടേപ്പ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ വാഷി ടേപ്പ് ഉണ്ട്. വാഷി ടേപ്പ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട കേട്ടോ, അത് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ക്ലൗഡ് പോലത്തെ ഒരു വാഷി ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയർ പോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ കത്രിക കൊണ്ട് വെട്ടിയെടുക്കരുത്, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ടീർ ചെയ്താലേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇങ്ങനെ രണ്ട് സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ രണ്ട് സൈഡിലും ഒരു ഒക്കെ പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗൺ കളർ സ്കെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ച് ഒരു ബുക്ക് പോലത്തെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഒരു സ്പേസ് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എഴുതാനായിട്ടുള്ളൊരു സ്പേസ് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ ഈ ഒട്ടിച്ചേണേൻ്റെ ഒക്കെ മുകളിൽ എഴുതി കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു കുഞ്ഞ് സ്പേസ് വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനായിട്ട്, ഇതിൻ്റെ ഇടയിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ബാക്കി ജേർണലിങ്ങിൻ്റെ സെറ്റിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ പാറ്റേൺ പേപ്പേഴ്സും സാധനങ്ങളും വെച്ചിട്ട് വേറൊരു പുതിയൊരു നല്ല ഒരു ജേർണലിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ നിർത്താറായിട്ടില്ല. നമ്മൾ എഴുതാൻ സ്പേസ് വിട്ട് ഈ ഒരു ജേർണലിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു തോട്ടാണ്. ജേർണലിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു തോട്ടാണ് എഴുതാറ്. അപ്പോൾ ഈ ടുഡേ ഈസ് യുവർ ഡേ എന്നാണ് ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ ജേർണലിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.